എല്ലാവരും ഭാഗ്യവർദ്ധനവിന് വേണ്ടി രത്നങ്ങൾ ധരിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപന്മാരെ അടിസ്ഥാനമാക്കിയുള്ള ചാർട്ട് അടിസ്ഥാനമാക്കിയോ ദശാകാലം അടിസ്ഥാനമാക്കിയോ ഒക്കെയാണ് പലപ്പോഴും രത്നങ്ങൾ ധരിക്കുന്നത്. പല രത്ന വിൽപ്പന ശാലകളിലും ചില ചാർട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പറയും, അത് നോക്കി അശ്വതി, മകം, മൂലം നക്ഷത്രാധിപൻ കേതു, അപ്പൊ കേതുവിന് വൈഡൂര്യം ധരിക്കുന്നത് നല്ലതാണ്. ഭരണി, പൂരം, പൂരാടം നക്ഷത്രാധിപൻ ശുക്രൻ, അപ്പോൾ ഡയമണ്ട് ധരിക്കുന്നത് നല്ലതാണ്. കാർത്തിക, ഉത്ര, ഉത്രാടം നക്ഷത്രാധിപൻ സൂര്യനാണ്, അപ്പോൾ മാണിക്യം ധരിക്കുന്നത് നല്ലതാണ്. രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രാധിപൻ ചന്ദ്രനാണ്, അപ്പോൾ മുത്ത് ധരിക്കുന്നത് നല്ലതാണ്. മകയിരം, ചിത്തിരാവിട്ടം നക്ഷത്രാധിപൻ ചൊവ്വയാണ്, അപ്പോൾ ചൊവ്വയുടെ സ്റ്റോണായ ചുവന്ന പവിഴം ധരിക്കുന്നത് നല്ലതാണ്. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രാധിപൻ രാഹുവാണ്, അപ്പോൾ ഗോമേതകം ധരിക്കുന്നത് നല്ലതാണ്. പുണർതം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രാധിപൻ വ്യാഴം, അപ്പോൾ മഞ്ഞ പുഷ്യരാഗക്കല്ല് ധരിക്കുന്നത് നല്ലതാണ്. അത് ആയില്യം, കേട്ട, രേവതി നക്ഷത്രാധിപൻ ബുധൻ, അപ്പോൾ ബുധന്റെ കല്ലായ മരതകക്കല്ല് ധരിക്കുന്ന ഉത്തമമാണ് എന്നൊക്കെ പല ചാർട്ടുകളിലും കണ്ടുവരികയും അതനുസരിച്ച് പലപ്പോഴും പലരുമൊക്കെ രത്നങ്ങൾ വാങ്ങി ധരിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ദശാകാലം അടിസ്ഥാനമാക്കിയും ന്യൂമറോളജി, സംഖ്യാശാസ്ത്രം അടിസ്ഥാനമാക്കിയും ഒക്കെ പലരും രത്നങ്ങൾ വാങ്ങി ധരിക്കാറുണ്ട്. ഇത് ശരിയായ രീതി ആയിരിക്കില്ല. എല്ലാവർക്കും ഇത് ഗുണം ചെയ്യണം എന്നില്ല.